നമ്മളിപ്പോൾ ഉള്ളത് മണ്ഡപപ്പറമ്പാണ്. മണ്ഡപപ്പറമ്പ് ജംഗ്ഷനിലാണ്. മണ്ഡപപ്പറമ്പ് കേരള റോഡിന്റെ ഒരു ദയനീയാവസ്ഥ നമ്മൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യാനാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. കാരണം മണ്ഡപപ്പറമ്പ് ഓട്ടോ സ്റ്റാൻഡ് പരിസരത്ത് ഒരു കല്ല് നിർമ്മിച്ചിട്ടുണ്ട്. ആ കല്ലുമായി ബന്ധപ്പെട്ട് നിരന്തരം ദിവസവും അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് സൈഡിൽ നിന്ന് വണ്ടി വന്നാലും പെട്ടെന്ന് പരിചയമില്ലാത്ത ആളുകൾ വന്നാൽ ആ കുണ്ടിലേക്കാണ്. നിരന്തരം അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർത്തും അശാസ്ത്രീയമായ രീതിയിൽ പണിതതിന്റെ ഭാഗമായാണ് നിരന്തരം ഇവിടെ ഇത്തരത്തിലൊരു അപകടം സംഭവിക്കുന്നത്. മണ്ഡപപ്പറമ്പ് ജംഗ്ഷനിൽ അപകടക്കണി ഒരുക്കി റോഡരികിലെ ഓവുചാൽ. ദിനംപ്രതി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന റോഡിനോട് ചേർന്നുള്ള ഓവുചാലിന്റെ അവസ്ഥയാണ് ഇത്. വാഹന ഡ്രൈവർമാരുടെ ശ്രദ്ധയിൽപ്പെടാത്ത തരത്തിലാണ് ഈ ഗർത്തം. ഇത് കാൽനട യാത്രികർക്കും ഭീഷണിയാകുന്നു. ഓവുചാലിന്റെ പകുതി ഭാഗം മാത്രമാണ് സ്ലാബ് ഇട്ടിട്ടുള്ളത്. ബാക്കി ഭാഗം തുറന്നു തന്നെ കിടക്കുകയാണ്. മണ്ഡപപ്പറമ്പ് ജംഗ്ഷനിൽ ഓട്ടോ ടാക്സികൾ പാർക്ക് ചെയ്യുന്ന ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഈ അപകടക്കണി ഒളിഞ്ഞിരിക്കുന്നത്. രാത്രികാലങ്ങളിലാണ് കൂടുതലായും വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നതും. മഴക്കാലമായാൽ ദുരിതം ഇരട്ടിയാണ്. വെള്ളം ഒഴുകിപ്പോകാതെ റോഡിലേക്ക് നിറഞ്ഞൊഴുകുന്നു. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യമാണ് ഏജന്റ് ന്യൂസ് ഉത്തരവാദിത്തപ്പെട്ടവരുടെ മുൻപിലേക്ക് എത്തിക്കുന്നതും. അതുകൊണ്ട് തന്നെ തുറന്നു കിടക്കുന്ന ഈ അപകടക്കുഴി സ്ലാബിട്ട് മൂടി കാൽനട വാഹനയാത്ര സുഗമമാക്കാൻ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകണമെന്ന ആവശ്യം നാട്ടുകാരിൽ ശക്തമായി ഉയരുകയാണ്. അപ്പൊ നിരന്തരം അപകടം പറ്റുന്ന ഈ ഒരു കെണിയിലെ മുമ്പിൽ നിൽക്കുന്ന ഓട്ടോ സ്റ്റാൻഡിലെ ഓട്ടോ ഡ്രൈവറായ ചേട്ടന്മാരാണ് നമ്മുടെ കൂടെയുള്ളത്. അപ്പൊ നമുക്ക് അവരോട് ചോദിക്കുന്നത് നിരന്തരം അപകടം പറ്റിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്താണ് നിരന്തരം ഇവിടെ അപകടമാണ്. ഇന്നലെ ഇങ്ങോട്ട് ഒരു കാർ വന്ന് വീണ് കുഴിയിൽ വീണ് സ്രാവ് ഓട്ടോ ഇങ്ങനെ ആക്കുമായിരുന്നെങ്കിൽ അത് വീഴുമായിരുന്നു. എന്നും ഓരോ വണ്ടി വന്നിട്ട് ഇവിടെ വീഴുവാണ്. കാരണം നമ്മൾ ഓട്ടോക്കാരുടെ കല്ലെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വണ്ടിക്കാർ കാണില്ല. നേരിട്ട് ആ കുഴിയിലേക്ക് വന്ന് ചാടുവാണ്. ഇന്നലെ ലോറി വന്ന് ചാടി, ഇന്നലെ കാർ വന്ന് ചാടി. കാറിൻ്റെ ഇതെല്ലാം ബമ്പറിലടിച്ച് നിർത്തിയിട്ടെല്ലാം മാറ്റിട്ട് പോവുകയില്ല. ഇത് ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ മെമ്പർമാരെ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ശ്രദ്ധപ്പെടുത്തിയോ? ആരും വന്നിട്ടില്ല ഇവിടെ. ശ്രദ്ധപ്പെടുത്തിയില്ല, ആരും വന്നിട്ടില്ല ഇവിടെ. ഇത് തന്നെയാണ് ഇതിന് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ ഒരു ഞങ്ങൾ ഒരു കല്ലെടുത്ത് വെച്ചായിരുന്നു. കല്ല് ഇങ്ങനെ തട്ടിയിട്ടാണ് കാറ് കയറി വരുന്നത്. കാറുകളാണ് കൂടുതൽ പെടുന്നത്. അവരൊരു പിന്നെ കുറച്ചുകൂടെ കൂട്ടി വാർക്കുമായിരുന്നു, നല്ലതായിരുന്നു. അത് ചെയ്തിട്ടില്ല. ഇപ്പം ഏറ്റവും പ്രശ്നം വന്നത് നമ്മളെ കാണുന്നത്. നമ്മുടെ വണ്ടിക്ക് വെള്ളത്താണ് കയറി വരുന്നത്. ഇതിന് കയറി വരുന്നത് ഇവിടെ വെച്ച വണ്ടി ഇപ്പം കഴിഞ്ഞ കാർ വന്നിരുന്നു. ഈ വണ്ടി നമ്മുടെ ഇവിടെ വെച്ച വണ്ടിക്ക് മേലിലേക്കാണ് കയറി വരുന്നത്. അങ്ങനത്തെ വിഷയമുണ്ട്. അശാസ്ത്രീയമായ രീതിയിൽ തന്നെ നിർമ്മിച്ചിട്ടുള്ളത് അല്ലേ? ആ രീതി തീർച്ചയായും അത് ഫുള്ള് ബ്ലോക്ക്. വെള്ളം ഒഴുകുന്നില്ല. അല്ല, ഇതിലെ വെള്ളം ഒഴുകണ്ടാണ്. വെള്ളമൊന്നും ഒഴുകുന്നില്ല. ഫുള്ള് ബ്ലോക്കാണ്. അതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. ചെയ്യുവാണെങ്കിൽ കുറേ സാധനങ്ങളുണ്ട്. ചെയ്തിട്ടില്ല. ഇവിടെ വെള്ളം ഇങ്ങോട്ട് വെള്ളം പോകില്ല. നമുക്കിപ്പം ഈ സ്ലാബ് ഇട്ടതിൻ്റെ പേരിലാണ് ഇവിടെ വെള്ളപ്പൊക്കം ഇല്ലാത്തത്. ഇപ്പം കഴിഞ്ഞ വർഷം സ്ലാബ് ഇട്ടു, പിന്നെ ഒരു കോൺക്രീറ്റ് ചെയ്തല്ല. ആ ഒരു രസത്തിൽ ഇതിൽ സംഭവം വെള്ളം ഇട്ടില്ല. പക്ഷെ ഇപ്പം വെള്ളം വരുന്നുണ്ടെങ്കിൽ നോക്കി നമുക്ക് അടുത്ത മഴക്കാലം നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. അങ്ങോട്ട് പോകില്ല, വെള്ളം പോകില്ല. ഇതാണ് സംഭവം. ഓഫീസിൽ വന്ന കണ്ടെയ്നർ വണ്ടി ഒരു ദിവസം ഇവിടെ വന്നിട്ട് ഫുള്ളായിട്ടാണ് തോന്നുന്നത്. ഒരു ദിവസം ഫുള്ളായിട്ട് വൈകുന്നേരം പിറ്റേന്ന് വൈകുന്നേരമാണ് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ വണ്ടി ഇരുന്ന് പോയത്. അവർ വരുന്ന പെട്ടെന്ന് ആരും കാണുന്നില്ല. ഇന്നലെ രാത്രി ഉണ്ടായി സംഭവം. ഇന്നലെ രാത്രി ഉണ്ട് വേറൊരു കാർ വന്നിട്ട് സ്ഥിരാപകടം. അത് ഇങ്ങനെ പണിയുടെ സമയത്ത് തന്നെ കണിക്ക് വളരെ മോശമായിട്ട് ഇവിടെ കിടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും വണ്ടി വന്നു കഴിഞ്ഞാൽ സൈഡിലേക്ക് രാത്രിക്കാരെ പറയണ്ട. അങ്ങോട്ട് വണ്ടി ചിലപ്പോൾ അപ്പോൾ ഉൾക്കാട്ടി അടുന്ന ഇങ്ങനെ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ എന്നെ കൊണ്ട് പഞ്ചായത്തായാലും അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യം ശരിയാക്കാനുള്ള സാധ്യതയുണ്ട്. അതുവരെ ഇവരെല്ലാവരും കാത്തിരിക്കും. അതാണ് നമ്മൾ കണ്ടിരുന്നത്. എത്രയും പെട്ടെന്ന് ചെയ്യാനുള്ളൊരു നടപടി ഉണ്ടാകട്ടെ എന്ന് വിശ്വസിക്കുക.